അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നമ്മളുടെ ഒരു പഴയ കാലം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴും കിട്ടും കേട്ടോ ഈ സാധനം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് തേൻ മിഠായിയാണ്. അത് കഴിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇന്നത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്ന് നമ്മൾ കുതിർത്ത് ഏകദേശം ഒരു 4 മണിക്കൂർ നേരമൊക്കെ കുതിർത്താൽ മതി. കുതിർത്ത് മാറ്റി വെച്ചേക്കാം കഴുകി. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഒരു ഷുഗർ സിറപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ പഞ്ചസാര, 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാൻ പോവാണ്. കുറുക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വരണം. നമ്മൾ ജിലേബിക്കൊക്കെ ആ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിക്കൊള്ളണം. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്കത് ഗ്യാസിൽ നിന്ന് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ അരിയും ഉഴുന്നും നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പിൽ ഏകദേശം 2 ടീസ്പൂൺ അളവിൽ വെള്ളം ബാക്കി വന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. വെള്ളമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കോരി പൊരിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്താണെങ്കിലും തേൻ മിഠായിക്ക് ഒരു ഓറഞ്ച് കളറിലേക്ക് ഇട്ടാൽ, അപ്പോൾ ആ ഒരു കളറാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് കളർ ചേർത്തപ്പോൾ അതിനൊക്കെ ഒരു മഞ്ഞ കളറാണ് സ്പ്രെഡായത്. അതുകൊണ്ട് കുറച്ച് റെഡ് കളറും കൂടി ചേർത്തിട്ട് ആ ഒരു കറക്റ്റ് കളറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. വേറെ കളറൊന്നും ചേർക്കണ്ട. അപ്പോൾ പൊരിഞ്ഞ് വരുമ്പോൾ സോഡാപ്പൊടിയൊക്കെ ഇട്ടേക്കണം. കാരണം ചെറിയൊരു റെഡിഷ് കളർ നമുക്കത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഷുഗർ സിറപ്പ് ആദ്യം റെഡിയാക്കിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഷുഗർ സിറപ്പ് പെട്ടെന്നൊന്ന് കട്ടിയായി പോവാതിരിക്കാനും ചെറിയൊരു പുളിപ്പ് ആ ഒരു സിറപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മുങ്ങി നന്നായിട്ട് പൊരിഞ്ഞ് വരണം, അതിനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ഡ്രോപ്സ് ഇട്ടാൽ മതി. കാരണം നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തേക്കണതാണ് നല്ല വീർത്തിട്ട് വരും. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമുക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ വല്ലപ്പോഴും ചെയ്യണത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ബോൾ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഞാനിതിപ്പോൾ വലിയ ഷേപ്പിലൊന്നുമല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ഒച്ച കേൾക്കാൻ പറ്റും കേട്ടോ. നല്ല ക്രിസ്പി ആയതിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കോരിയെടുത്തിട്ട് ഡയറക്റ്റ് തന്നെ ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ മധുരമൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പിറ്റേ ദിവസമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള തേൻ മിഠായിയാണ് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.